ഇന്ന് നമുക്ക് ഒരു സോൾഡറിങ് കിറ്റ് 8-in-1 സോൾഡറിങ് കിറ്റിൻ്റെ ഒരു അൺപാക്കിങ് നോക്കാം. ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. അതിൻ്റെ അൺപാക്കിങ് നോക്കാം നമുക്ക്. (8-in-1) soldering kit. തെർമിസ്റ്റോ ഇതാണ്. ആപ്ടെക്ഡീൽസ് സോൾഡറിങ് കിറ്റ് അഡ്വാൻസ്ഡ് 8-in-1, 379 രൂപ എല്ലാം കൂടി. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. തെർമിസ്റ്റോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. TM80. ഇതിന് ആപ്ടെക്ഡീൽസിൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നാണ് അവരുടെ മെയിൻ സെൻറ്റർ ഡൽഹിയാണ്. അവരുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. കട്ട് ആൻഡ് ഓപ്പൺ ഫ്രം ഹിയർ. ഓക്കെ, ചിരിച്ചുകൊണ്ടുള്ളൊരു മുഖം. ഇതിനകത്ത് MRP അടിച്ചേക്കുന്നത് 1000 രൂപ താഴെയാണ്. 999. 1 രൂപ കുറവുണ്ട്. ഓക്കെ, നമുക്കിത് പൊട്ടിച്ച് നോക്കാം. സോൾഡറിങ് അയൺ. ഏതാണാവോ അയൺ? ഏത് കമ്പനിയാണെന്നൊന്നും അറിയില്ല. ഒരു സോൾഡറിങ് ഏതാണ്ട് 25 വാട്ട് എന്നാണ് അവർ പറഞ്ഞേക്കണത്. എൻ്റെ കയ്യിൽ ഒരു 50 വാട്ടിൻ്റെ ഉണ്ട്. അപ്പോൾ ഒരു 25 വാട്ടിൻ്റെ എന്തായാലും ആവശ്യം വരുമെന്ന് വെച്ച് വാങ്ങിയതാണ്. അതൊന്ന്. ട്യൂസറെന്നോ ഫോഴ്സപ്പെന്നോ പറയണം, ഇങ്ങനെ പിടിച്ചെടുക്കാനായിട്ടുള്ള സംഗതി അതുണ്ട്. 2. പിന്നെ കട്ടിങ് ലെയറല്ല, എൻ്റെ പേര് ഗ്രിപ്പ് അതുണ്ട്. ഇത് വയർ കട്ടർ എന്ന് പറയാം. മൾട്ടി ഗേജ് വയർ സ്ട്രിപ്പർ കട്ടർ. ഓക്കെ, അതൊന്ന്. പിന്നെ ഡിസോൾഡറിങ് പമ്പുണ്ട്. ഇതൊക്കെ കുറഞ്ഞ ക്വാളിറ്റിയാണ് എന്നാണ് കണ്ടിട്ട്. പിന്നെ ലെഡ് ഉണ്ട് കുറച്ച്, ഇത്തിരി ഗേജ് കൂടിയാണ്. പിന്നെ ഡിസോൾഡർ ചെയ്യാനായിട്ടുള്ള ഒരു വിങ്ക്. പിന്നെ ഇത് സോൾഡറിങ് ഫ്ലക്സ്, ഇത് പേസ്റ്റാണ്. പിന്നെ സോൾഡറിങ് സ്റ്റാൻഡ്, ഇവിടെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ ഇരുന്നോളും. ₹400 അടുത്ത് ഇതൊരു നഷ്ടക്കച്ചവടമായിട്ട് എനിക്ക് തോന്നണം. ഇത്രയും രൂപക്കുള്ള സാധനമൊന്നും ഇതില്ല എന്ന് എനിക്ക് തോന്നണം. ഞാൻ ഇതിൻ്റെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല സംഗതിയൊക്കെ ആയിരിക്കും. ഇതിപ്പോൾ വെറുതെ ഒരു കമ്പ്യൂട്ടർ എടുത്തിട്ട് അതിനകത്ത് പെയിൻ്റ് അടിച്ച് വെച്ചാണ്. അതിനകത്ത് ഫോട്ടോയിൽ കാണിച്ച് വെച്ചത് സ്റ്റെയിൻലെസ് സ്റ്റീൽ സംഗതിയൊക്കെ ആയിരുന്നു. മൊത്തത്തിൽ 400 രൂപക്കൊന്നും ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. രൂപക്കുള്ള സാധനം എന്തായാലും ഇല്ല. അത് സോൾഡറിങ് കുത്തി ഇപ്പോൾ സാധനം താട്ട് വന്നു. അപ്പോൾ ലെഡ് സോൾഡറിങ്ങാണ് സ്റ്റാൻഡ്, വെറുതെ പൈസ പോയി. ഡിസോൾഡറിങ് പമ്പ്, ഫ്ലക്സ്,
ഡീസോൾഡറിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ വയർ സ്ട്രിപ്പറും കട്ടറും ഒന്ന് ഏത് കമ്പനിയാണെന്നൊക്കെ ചോദിച്ചാൽ ഫാനാണ്. പിന്നെ ഫോഴ്സപ്പ് അല്ലെങ്കിൽ വേറെ എന്താ പറയുക, ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എന്തായാലും വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നണില്ല. ആ പൈസക്ക് വെച്ച ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇത്രയും സാധനങ്ങൾ 8 സാധനങ്ങൾ 1 2 3 4 5 6 7 8 സാധനങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ കൊടുത്ത പൈസക്കുള്ള മൂല്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സാധനങ്ങൾക്ക് 400 രൂപയുടെ അടുത്ത് കൊടുത്തു, അതിന് പറ്റിയ സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 399 പറഞ്ഞത്, അല്ല 379 രൂപ, അതിന് ഉള്ള സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും 18 അൺബോക്സിങ് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.